വരൂ ഗുരുജി. നമസ്കാരം ഗുരുജി. നമസ്കാരം ഗുരുജി. ശുഭമസ്തു. നമസ്കാരം ശുഭമസ്തു. സുഖമാണല്ലോ അല്ലേ? എനിക്കെന്താണൊരു കുറവ്? ഞാൻ പോകുന്ന സ്ഥലമെല്ലാം സ്വർഗവും ഞാൻ കാലുവെക്കുന്ന ഇടമെല്ലാം ഇന്ദ്രലോകവുമാണ്. എന്നെയും കൂടി പരിപാടി ഒന്ന് പഠിപ്പിക്കോ ഗുരുജി? 4 കാശുണ്ടാക്കാലോ എന്ന് ഓർത്താ. അതിന് ബുദ്ധി വേണം. നമസ്കാരം ഗുരുജി. നമസ്കാരം. ഇതെന്റെ പെങ്ങളും രാമനെ സീതയും പോലെ. കാണുമ്പോ തന്നെ അറിഞ്ഞുകൂടാ. ഭയങ്കര ബുദ്ധി. കാര്യം പറയൂ. ഈ സിദ്ധൻ അറിഞ്ഞുകൂടാത്ത ഒരു സിദ്ധിയും ഈ ലോകത്തിലില്ല. നക്ഷത്രഫലം പ്രവചിക്കുന്നതിൽ ഞാൻ അഗ്രഗണ്യനാണ്, പണ്ഡിതനാണ്. അപ്പൊ നക്ഷത്രങ്ങളൊക്കെ സഞ്ചിയിലുണ്ടോ? എന്നോട് തമാശ പറയുന്നു വീട്ടിൽ കൂഷ്മാണ്ടമേ. ക്ഷമിക്കണം ഗുരുജി. ഇനി പറയൂ, എന്താണ് കാര്യം? കല്ലിടലോ ഗൃഹപ്രവേശമോ, കല്യാണമാണോ നാമകരണമാണോ ഷഷ്ടിപൂർത്തിയാണോ? ഒരു നൊടിയിൽ ഞാൻ കവടി നിരത്തി പ്രവചിച്ച് കാണിച്ചു തരാം എപ്പോഴാണ് ശുഭമുഹൂർത്തമെന്ന്. ശുഭമുഹൂർത്തമോ? ശുഭമുഹൂർത്തമല്ല, അശുഭമുഹൂർത്തം. ഒരാളെ കൊല്ലാൻ വേണ്ടിയുള്ള അശുഭമുഹൂർത്തം കുറിച്ച് തരണം. ഒരാളെ കൊല്ലാൻ വേണ്ടി അശുഭമുഹൂർത്തം വേണമെന്നോ? കൊല്ലാൻ ഉദ്ദേശിക്കുന്നയാൾ ആരാണെന്ന് പറ. പഞ്ചാക്ഷരി. എന്താ പറഞ്ഞത്? എന്താണ് നീ പറഞ്ഞത്? ദേവിയെ പോലെ ആരാധിക്കുന്ന ഒരു പെൺകുട്ടിയെ കൊല്ലണമെന്നാണോ പറയുന്നത്? എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനൊരു മുഹൂർത്തം കുറിക്കണമെന്ന് ഒരുത്തൻ പോലും എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടല്ലേ അളിയൻ ഗുരുജിയോട് പറഞ്ഞത്. എന്റെ അളിയൻ തങ്കപ്പെട്ട മനുഷ്യനാ. അശുഭമുഹൂർത്തം നിങ്ങളങ്ങോട്ട് കുറിച്ചു കൊടുത്താലേ എന്റെ ഗുരുജിയെ അളിയൻ നല്ല ചില്ലറ തരും. മിണ്ടാതിരിക്കടാ മർക്കടാ. എന്നെയല്ല നിന്നെയാ. പണം തന്ന് വിലയ്ക്ക് വാങ്ങാമെന്ന് മാത്രം കരുതണ്ട. എന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി ഒരിക്കലും ഞാൻ പ്രവർത്തിക്കുകയില്ല. ഞാൻ ഇറങ്ങുന്നു. എന്റെ ഗുരുജി അങ്ങനെ പോയാലെങ്ങനെ? പന്ന നാറി, എന്നോട് പറ്റില്ലെന്ന് പറയരുത്. 10 നിമിഷം സമയം തരും. അശുഭമുഹൂർത്തം കുറിച്ചിരിക്കണം. ഇല്ലെങ്കിൽ എന്റെ ആൾക്കാർക്ക് 10 ഞൊടികൾ വേണ്ടി വരില്ല. അണ്ണ ഒന്ന് പറഞ്ഞാൽ മതി, ഇവനെ തലനെ വെട്ടിയെടുക്കാം. ഗുരുജിയുടെ നേരെ നീ വാള നോക്കുന്നോ? വിവരമില്ലേ? അവന്റെ വിവരക്കേട് കൊണ്ടോ ഇങ്ങനെ വേണോടാ നിന്നെയൊക്കെ ശരിയാക്കാൻ. കാണിച്ചു തരാടാ മര്യാദക്ക്. എന്റെ അളിയൻ പറയുന്നത് കേൾക്കണം. ഇവനെ ഒന്നും അങ്ങനെ അങ്ങ് വിട്ടാ ശരിയാവില്ല അളിയാ. ഇരിക്കണമില്ല അവിടെ. അതിന്റെ അർത്ഥം താഴെ കുണ്ടി കുത്തിയിരിക്കും. പഞ്ചാക്ഷരിക്ക് പൂജ, പ്രശസ്തി, അംഗീകാരം, സിദ്ധി എന്നിവ കിട്ടുന്നതിന് കാരണം ഈ കേതുവാണ്. ആ കേതു ഇപ്പൊ നീച സ്ഥാനത്താണുള്ളത്. അഗ്നി കൊണ്ട് മാത്രമേ പഞ്ചാക്ഷരിയെ ഉന്മൂലനം ചെയ്യാൻ സാധിക്കൂ. അതിനുള്ള അശുഭ മുഹൂർത്തം ഞാൻ കാണുന്നുണ്ട്. ചെയ്യാനുള്ള അവസരം കിട്ടിയാൽ മതി. പദ്ധതികളെല്ലാം ഞാൻ തയ്യാറാക്കിക്കൊള്ളാം. വരുന്ന ദുർഗാഷ്ടമി ദിവസം രാവിലെ 11:30 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 മണി വരെ യമകണ്ഠ കാലമാണ്. പഞ്ചാക്ഷരിയെ ഏതെങ്കിലും വിധത്തിൽ അപായപ്പെടുത്തണമെങ്കിൽ ആ സമയത്ത് മാത്രമേ സാധിക്കൂ. ഒരു ക്ഷണം തെറ്റിയാൽ നിന്റെ തല തകർന്നു പോകും. അയ്യോ അമ്മേ, അയ്യോ. വിവരം കെട്ടവനെ, ആർക്ക് വേണ്ടി ഈ മഞ്ഞളും കുങ്കുമം കൊണ്ടുപോകണമെന്ന് അറിയില്ലടോ. ദേവിക്ക് കൊടുക്കേണ്ട മഞ്ഞളും കുങ്കുമാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയതാ. എടാ പൊട്ടം കഴിവരുടെ മോനെ, അത് വെറും മഞ്ഞളും കുങ്കുമവും മാത്രമല്ല, അതിന്റെ കൂടെ വെടിമരുന്ന് കലർത്തിക്കൊണ്ടിരിക്കുക. പഞ്ചാക്ഷരി, ഇത് കണ്ടോ? വെടിമരുന്ന് കലർത്തിയ മഞ്ഞളും കുങ്കുമവും ആളി ആളി കത്തിപ്പടർന്ന് അവളെ ഭസ്മമാക്കുമടാ. അണ്ണാ വേണ്ട അണ്ണാ, പാപം ചെയ്യരുതണ്ണ. പഞ്ചാക്ഷരി ദേവി അണ്ണ പറയുന്ന കേക്കണ്ണ. ദേവി അത് ഞാൻ പറയുന്ന കേക്ക്. ഇതൊന്നും വേണ്ട, പാപം അണ്ണ. പഞ്ചാക്ഷരിക്ക് ഒരു കുഞ്ഞുള്ളതാണ്ണ.
എല്ലാം നിനക്ക് ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. അണ്ണാ നീ ഞാൻ വാ. പറയുന്നത് കേക്കണ്ണ, ഞാൻ കാല് പിടിക്കണ്ണ. ആ? അണ്ണാ ഞാൻ പറയുന്നത് കേക്കണ്ണ, നമ്മുടെ പഞ്ചാക്ഷരി ഒരു ദേവിയാ, അവരെ കൊല്ലരുതണ്ണ. സത്യമാ, ദേവിയാ. പഞ്ചാക്ഷരി പറഞ്ഞതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കുഞ്ഞിലെ അസുഖം ബാധിച്ച് ഞാൻ മരിച്ചു പോകുന്ന എല്ലാരും പറഞ്ഞു. പഞ്ചാക്ഷരി മാത്രമാ പറഞ്ഞത് എനിക്കൊന്നും സംഭവിക്കില്ലെന്ന്. ദാ, നിധിക്ക് വേണ്ടി എന്റെ സ്വന്തം തന്തയായിരുന്നാലും ഞാൻ കൊല്ലും. പഞ്ചാക്ഷരി ഇപ്പോൾ മരിക്കുന്നതാണ്. അമ്മേ ശാന്തിയാകൂ, അമ്മേ ശാന്തിയാകൂ, അമ്മേ ശാന്തിയാകൂ. ആരെങ്കിലും ഒന്ന് വേഗം ചെന്ന് അമ്മയ്ക്ക് ആരതി ഒടിയൂ. അജയൻ നമ്മളെ കണ്ടെന്ന് തോന്നുന്നത്. അവൻ കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ നമുക്ക് ആപത്താണ്. പോയി പിടിക്കവനെ. വേഗം പോയി പിടിക്ക. നമ്മുടെ പദ്ധതി പ്രകാരം പഞ്ചാക്ഷരിയെ നമ്മൾ ഇല്ലാതാക്കി. ഇനി ക്ഷേത്രത്തിലേക്ക് വരുന്നവരെയും കൊല്ലണം. അവിടെ ഇനി പൂജ ചെയ്യുകയാണെങ്കിൽ അത് അശുഭമാകുമെന്ന് നമ്മൾ പ്രചരിപ്പിക്കണം. ക്ഷേത്രം അടച്ചു പൂട്ടിക്കണം.